ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറേ കാലത്തിന് ശേഷം നമ്മൾ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ കണ്ട മനസ്സിലായി ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അത്യാവശ്യം മഴയൊക്കെ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ അടുത്ത് രാവിലെ നല്ല മഴയായിരുന്നു. മഴയൊക്കെ ഒന്ന് കുറഞ്ഞ് ചെറുതായിട്ടൊരു എന്താ പറയുക വെയിലൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്താ പറയുക നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിക്കുക എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നത് തന്നെ. അപ്പോൾ നമുക്കിനി നേരെ ഇവിടുന്ന് പോയിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ കുറച്ച് ടൂറിസ്റ്റ് പ്ലേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അതായത് സിപ്പ് ലൈന്, സൈക്ലിങ്, അങ്ങനത്തെ കുറേ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയും ഇവിടുത്തെ കുറച്ച് വിഷ്വൽസൊക്കെ നിങ്ങൾക്ക് എന്തായാലും വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ കാണുന്നത്, തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മളത്തെ സ്ഥലത്ത് അത്യാവശ്യം നല്ല രീതിയിൽ മഴ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ബാക്കിൽ കാണുന്ന ഇതല്ലേ, ഇതൊരു അഡ്വഞ്ചർ, എന്താ പറയുക, ഗൈൻഡ് സ്വിങ് എന്ന് പറയുന്നത്. അതായത് നമ്മളത് ആ ഒരു ഊഞ്ഞാൽ പോലെ നമ്മൾ ബാക്കിൽ കാണുന്നില്ലേ, അതിലെന്താ കയറി ഇരുന്നിട്ട് നമ്മൾ ഊഞ്ഞാൽ പോലെ മുകളിൽ വരെ പൊക്കിക്കൊണ്ടിട്ട് താഴേക്കിട്ട് ഊഞ്ഞാലാടുന്ന ഒരു സെറ്റപ്പാണ്. കാര്യങ്ങളൊക്കെ അടിപൊളി അഡ്വഞ്ചറാണ്. അത്യാവശ്യം എന്താ പറയുക, ധൈര്യമുള്ള ആൾക്കാർക്ക് അതിൽ കയറാം. ഒരാൾക്ക് 300 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത്. അടിപൊളി വൈബ് തന്നെയാണ്. ഞാൻ ഒരു മുന്നേറിട്ട് ഞാൻ അതിനകത്ത് കയറിയിട്ട്, അപ്പോൾ അതിൻ്റെ വിശ്വാസമാണ് ഞാൻ സൈഡിൽ ഞങ്ങൾക്ക് വെച്ചുതരാം. ഓക്കെ, പിന്നെ അതായത് ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ട്, ഇപ്പോൾ ഒന്നാമതിപ്പോൾ ഇന്ന് ജൂൺ 3 സ്കൂൾ തുറക്കുന്ന ദിവസമാണ്. എന്താ പറയുക, തിരക്കൊക്കെ അത്യാവശ്യം ഒന്ന് കുറഞ്ഞിട്ട് സ്കൂൾ പൂട്ടിയോണ്ട് തന്നെ എന്താ പറയുക നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ. അപ്പോൾ ഒന്ന് തിരക്കൊന്ന് കുറഞ്ഞു, എന്നാലും ഗസ്റ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ. രണ്ടാൾക്കാർ നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെന്തായാലും ഇതെന്തായാലും പോവാണ്. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. ഫസ്റ്റ് അവരുണ്ടായിരുന്ന ആ കയറുന്ന ലാഡർ അവരെടുത്ത് മാറ്റി. ഇനിയിപ്പോൾ ഈ കയറ് റോപ്പിന് ടൈറ്റ് ആകും. ഗൈസ് കണ്ടത്, ഇതാണ് നമ്മളെ നാട്. എൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുന്നത് ഫുള്ള് തേയിലത്തോട്ടവും അടിപൊളി വൈബൊക്കെയാണ്. ഇപ്പം മഴയും കൂടി പെയ്ത് തുടങ്ങിയോണ്ട് സൂപ്പർ ക്ലൈമറ്റ്, എന്താ പറയുക, അടിപൊളിയാണ്. 3 സ്കൂൾ തുറന്നിട്ട് തരാം. ഒരുപാട് ഗസ്റ്റുകളൊക്കെ ഒന്ന് കുറയാൻ ചാൻസ് ഉണ്ട്. സ്കൂൾ തുറന്നുകൊണ്ട് എല്ലാവരും സ്കൂളിലേക്കും പിന്നെ ഡ്യൂട്ടിക്കായിട്ട് കയറുന്ന കുറേ ആൾക്കാരുണ്ട്. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗസ്റ്റും ആൾക്കാരൊക്കെ വരുന്നുണ്ട്. എന്താ പറയുക, ഇപ്പോൾ മഴ ഒന്ന് നിന്നിട്ടുണ്ട്, പക്ഷേ മഴ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിൽക്കില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് നമ്മുടെ നാട്ടിലുള്ളത്. നല്ല ഇടി സൗണ്ട് ഇടണം, നല്ല ഇടി വെട്ടുന്നുണ്ട് ഗൈസ്. എന്ന് വെച്ചാൽ വേറെ അടിപൊളി വിഷ്വലൊക്കെ കാണിച്ചിട്ട് വേണ്ടിയിട്ടാണ്. ഓക്കെ,
പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ഞാനിപ്പോൾ അത് വന്നിരിക്കുന്നത് നമ്മൾ നേരത്തെ ആളെ നിന്ന് കുറച്ചുകൂടി മുകളിലേക്ക് കയറി പച്ചക്കാട് എന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത് കേട്ടോ. പച്ചക്കാട് ഇത് മുകളിലേക്ക് ഒരു എസ്റ്റേറ്റിൻ്റെ വഴിയാണ്. ഇത് ഫ്രണ്ട് ഇത് ഇവിടെ ഉണ്ട്. ഇവിടെ അവർ വെച്ച് ലോക്ക് ചെയ്ത് നമുക്ക് അതായത് പുറത്തുനിന്ന് ആൾക്കാരായിട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ലോക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ താഴെ കുറേ റിസോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതാണല്ലോ ഹോം സ്റ്റേ അങ്ങനെ സെറ്റും കാര്യങ്ങളും ആൾക്കാർ ഇവിടെ സെറ്റായിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സ്ഥലം ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് പ്രളയം നടന്നില്ല, വയനാട് പുത്തുമല എന്നുള്ള സ്ഥലത്ത് പ്രളയം നടന്നിട്ടുണ്ടായിരുന്നു. ആ സ്ഥലങ്ങളാണ് ഗൈസ് നിങ്ങളിപ്പോൾ ഈ താഴെ കാണുന്ന ഈ സ്ഥലങ്ങളുണ്ടല്ലോ, ഇതൊക്കെ പ്രളയം നടന്ന സ്ഥലങ്ങളാണ്. ഉരുള് പൊട്ടിയ സ്ഥലം എന്ന് പറയുന്നത് ഇതിന് ടോപ്പ് എൻഡിൽ നിന്നാണ് ഉരുള് പൊട്ടി വന്നിട്ടുണ്ടായിരുന്നത്. ആ സ്ഥലങ്ങളാണ് നിങ്ങൾ ഈ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഴക്കാലമൊക്കെ അതിനകത്ത് പച്ചപ്പൊക്കെ നിറഞ്ഞപ്പോൾ സ്ഥലമൊന്നും തിരിച്ചറിയാത്ത രീതിയിലായിട്ടുണ്ട്. അതുപോലെ തന്നെ ഗൈസ് ഇപ്പോൾ നിങ്ങളതിൻ്റെ ബാക്കിൽ കാണുന്നില്ലേ, അതായത് ആ ഒരു സ്ഥലം കണ്ടില്ലേ, ഇപ്പോൾ മഞ്ഞിറങ്ങി വരുന്ന ഇവിടെ നിന്നാണ് ഉരുള് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ സെൻറ്ററിൽ കുറച്ച് എന്താ പറയുക ഇതുണ്ടല്ലേ, സെൻറ്ററിൽ കുറച്ച് ഒരു ബിൽഡിങ്ങുകൾ നിൽക്കുന്നുണ്ടല്ലേ, അതിന് രണ്ട് സൈഡിൽ കൂടി അന്ന് ഉരുള് പൊട്ടിയിട്ട് എന്താ പറയുക വെള്ളവും മണ്ണും എല്ലാം ഒലിച്ചിറങ്ങി അതിൻ്റെ സെൻറ്ററിൽ കൂടിയാണ് അന്ന് ഉരുള് പൊട്ടി വന്നിട്ടുണ്ടായിരുന്നു. അതങ്ങനെ ഇതിങ്ങനെ താഴെ കൂടെ അങ്ങനെ പോയി. ഇവിടെ കുറേ താഴെ നമ്മളവിടെ കുറേ പള്ളിയും അമ്പലങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒന്നും ഇല്ലാതാക്കി ആ ഒരു പ്രളയത്തിലായിരുന്നു. നമ്മൾ അപ്പുറത്ത് നിന്ന മലയിൽ നമ്മൾ ഓപ്പോസിറ്റിൽ നമ്മൾ മലയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വണ്ടി താഴെ നമ്മൾ പാർക്ക് ചെയ്തിട്ട് നമ്മൾ അപ്പുറത്തെ കുന്നിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളിത് നേരത്തെ നിന്ന മലയിൽ നേരെ ഓപ്പോസിറ്റ് നമ്മൾ വന്നിട്ട്, അതായത് ഇതാണല്ലേ നേരത്തെ ആ അഡ്വഞ്ചർ നടന്നത് ഗെയിൻ ടു സിംഗ് എന്ന് പറഞ്ഞത്, അതിന് നേരെ ഓപ്പോസിറ്റിൽ നമ്മൾ വന്നിട്ടുള്ളത്. താഴെ ഇവിടെ കുറേ കടകളും കാര്യങ്ങളും, ഇവിടെ നിന്നാണ് മറ്റേ ഇത് വരുന്നത് സിപ്പ് ലൈൻ വരുന്നത്. ഹലോ ഗൈസ്, നിങ്ങൾക്ക് ഇപ്പോൾ സംഭവം കാണിച്ചു തരാം. അതായത് സിപ്പ് ലൈനിൽ കൂടെ ആൾക്കാർ പോകുന്നൊരു വിഷ്വൽ നിങ്ങൾക്ക് എന്തായാലും ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. രണ്ട് മൂന്ന് ഗസ് അതിൽ വന്നിട്ടുണ്ട് അവർ. അപ്പോൾ എന്തെങ്കിലും അഡ്വഞ്ചർ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ നാടൻ വ്ളോഗ് ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.